എല്ലാവർക്കും നമസ്തേ. അങ്ങനെ നമ്മൾ ഭാരതവാസികളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് തന്നെ സംഭവിച്ചു. 2 ആഴ്ച മുമ്പ് നമ്മുടെ നിരപരാധികളായ 29ഓളം പൗരന്മാരെ വെടിവെച്ച് കൊന്ന പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നടപടിക്കെതിരെ നമ്മൾ സൈനികമായ മറുപടി കൊടുത്തു. അത് നമ്മളെല്ലാം വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ അത് കാണുന്നത്. പക്ഷേ നമ്മളെല്ലാം ഇനിയും വളരെ കരുതലോടുകൂടി ഇരിക്കേണ്ട കാര്യങ്ങൾ നിരവധിയുണ്ട്. അതായത് നമ്മൾ പുറത്തു നിന്നുള്ള ശത്രുവിനെ തക്കതായ മറുപടി നമ്മൾ കൊടുത്തു. പക്ഷേ അകത്തുള്ള ശത്രുക്കളെ നമ്മൾ കരുതിയിരിക്കണം. അതാണ് ഏറ്റവും അപകടകാരികളായിട്ടുള്ളവർ അകത്തുള്ള ശത്രുക്കളാണ്. നമ്മൾക്ക് തന്നെ അറിയാം, ഇത്രയും ദാരുണമായിട്ടുള്ള സംഭവങ്ങളുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തു നിന്നുൾപ്പെടെയുള്ള 29 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. നമ്മുടെ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളിൽ എത്ര പേർ ആ ദുഃഖകരമായ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. എത്ര പേരെന്നല്ല, എത്ര സംഘടനകൾ അതിനെ അപലപിച്ചിട്ടുണ്ട്, എത്ര സംഘടനകൾ അതിനെ അപലപിക്കാതിരുന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക. ഈ അപലപിക്കാത്ത സംഘടനകൾ എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ പുറമേ നിന്നുള്ള ശത്രുക്കളുമായിട്ട് ഇതേപോലൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറെ കരുതിയിരിക്കേണ്ടത് അകത്തു നിന്നുള്ള ഇത്തരം ശത്രുക്കളെയാണ്. കാരണം അകത്തുള്ള ശത്രുക്കൾ ഏത് രീതിയിലായിരിക്കും നമുക്കെതിരെ പ്രവർത്തിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയുകയില്ല. അത്തരക്കാർ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഏൽപ്പിക്കുന്ന ആഘാതമാണ് വളരെ അപകടകരമായിട്ടുള്ളത്. കാരണം അവരേത് രീതിയിലാണ് നമ്മളെ തകർക്കാൻ, നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുകയില്ല. നമുക്ക് തന്നെ അറിയാം, ഭീകരാക്രമണം നടന്നു. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ഭീകരരെ അയച്ച് 29 വിനോദസഞ്ചാരികളെ കാശ്മീരിൽ വെച്ച് കൂട്ടക്കൊല നടത്തി. അന്ന് നമ്മുടെ രാജ്യത്തെ ഏകദേശം മഹാഭൂരിപക്ഷം വരുന്ന സംഘടനകളും വ്യക്തികളും അതിനെ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഭീകരാക്രമണം ആണ് എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ചില സംഘടനകൾ അവരുടെ നേതൃത്വത്തിലുള്ള വാർത്താ മാധ്യമങ്ങൾ അതിനെ ഭീകരാക്രമണം എന്ന് വിളിക്കാൻ പോലും അവർ ആദ്യ സമയങ്ങളിൽ തയ്യാറായില്ല. പക്ഷേ പിന്നീട് അവർക്കെതിരെ വിമർശനങ്ങളും മറ്റും ഉണ്ടായ സമയത്ത് അതിനെ ഭീകരാക്രമണം എന്ന് അവർ വളരെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയി എന്നുണ്ടെങ്കിലും ആ മാധ്യമങ്ങളൊക്കെ തന്നെ കുറേ ഈ ദേശവിരുദ്ധരെ, ആ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന ദേശവിരുദ്ധരെ കൂട്ടിയിരുത്തി ചർച്ചകളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അടുപ്പൂട്ടി ചർച്ചകൾ പൊതുവെ വിളിക്കപ്പെടുന്ന രീതിയിൽ. അതിൽ കൂടി അവർ രാജ്യത്തിനെതിരായിട്ട് വിഷം തുപ്പുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവരെയൊക്കെ നിയന്ത്രിക്കുന്ന സംഘടനകൾ ഒന്നുപോലും ഈ ഭീകരാക്രമണത്തെ അവർ കുറ്റപ്പെടുത്തുകയായിട്ട്, അതിനെ അപലപിക്കുകയായിട്ട് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സൈന്യം ആ ഭീകരവാദികൾക്ക്, ഭീകരരാഷ്ട്രത്തിന്, ആ തെമ്മാടി രാഷ്ട്രത്തിന് ശക്തമായ മറുപടി കൊടുത്തു. അവരുടെ ആ ഭീകരതാവളങ്ങൾ കുറേയേറെ ആക്രമിച്ച് നമ്മൾ നശിപ്പിച്ചു. അതിൻ്റെ ആസ്ഥാനങ്ങൾ തന്നെയാണ് നശിപ്പിച്ചത്. ആ സംഭവം ഉണ്ടായിട്ട് ഈ മുൻപ് പറഞ്ഞ ഈ സംഘടനകൾ അതിനെ ഒന്ന് അത് നമ്മുടെ രാജ്യത്തിന് ഒരു ഒളിപ്പോര് ചെയ്യുന്ന, നിഴൽ യുദ്ധം നടത്തുന്ന ആ രാജ്യത്തിനും അല്ലെ ആ ഭീകരവാദികൾക്കും നമ്മുടെ രാജ്യം ശക്തമായ തിരിച്ചടി കൊടുത്തു
എന്ന് ഒരു വാക്കുപോലും പറയാൻ ഇതുവരെ ആ സംഘടനകൾ തയ്യാറായിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഈ നമ്മുടെ സൈന്യം, നമ്മുടെ രാജ്യം ആ തെമ്മാടി രാഷ്ട്രത്തിന് ഏൽപ്പിച്ച ആഘാതം ഒട്ടും തന്നെ അത് അംഗീകരിക്കാൻ ഈ സംഘടനകൾ തയ്യാറല്ല എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് അതിൽ നിന്നും സ്പഷ്ടമാകുന്നത്. അപ്പോൾ അവരെന്താണ് ചെയ്യുക? അവർ ഇതിന് ഇത്തരം ഒരു തിരിച്ചടി കൊടുത്തതിന് എതിരാണെന്നുള്ളതും നമുക്കതിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ അവരിൽ നിന്ന് ഏത് രീതിയിൽ നമ്മുടെ രാജ്യത്തിന് നേരെ ഉള്ള പ്രവർത്തനം ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെയേറെ സീരിയസ് ആയിട്ട്, വളരെയേറെ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അത്തരക്കാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരായിട്ടൊരു നീക്കം നടക്കുന്നതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ട ശ്രദ്ധയും നടപടികളും നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങി വെക്കേണ്ടത് വളരെ അത്യാവശ്യ കാര്യമാണ്. അത് ജനങ്ങളായാലും ബന്ധപ്പെട്ട അധികൃതരായാലും അത് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമുക്കെല്ലാം അറിയാം, പണ്ട് ചൈന യുദ്ധം നടന്ന സമയത്ത് ചൈനയ്ക്ക് അനുകൂലമായിട്ടും ഇന്ത്യക്കെതിരായിട്ടും CPM നിലപാടെടുത്തു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളായിരുന്നു. അന്ന് അതിൻ്റെ നേതാവായിരുന്നു EMS നമ്പൂതിരിപ്പാട്, മലയാളിയാണ്. അദ്ദേഹത്തിനെ ഉൾപ്പെടെ ഇന്ത്യക്കെതിരായിട്ട് നിലപാടെടുത്തപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അവരെല്ലാം അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്, ഇന്ത്യക്കെതിരായിട്ട് നിലപാടെടുത്തപ്പോൾ. ആ രീതിയിൽ തന്നെ, സമാന രീതിയിൽ തന്നെ നമ്മൾ ഇത്തരം ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് എതിര് നിൽക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്ന സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ നമ്മൾ കുറഞ്ഞ പക്ഷം കരുതൽ തടങ്കലിലെങ്കിലും ആക്കേണ്ടത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വളരെയധികം അത്യന്താപേക്ഷിതമാണ്, വളരെയധികം ആവശ്യമാണ്. ഇങ്ങനത്തെ സംഘടനകളും നേതാക്കളും ഉയർന്നു വരാതിരിക്കുന്നതിനായി നമ്മുടെ ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരൻ്റെയും കടമ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അത്തരക്കാർ ശക്തരാകാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതിന് ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.